ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ത്രെഡ്സ് ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റിച്ചുകൾ എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എല്ലാ സ്റ്റിച്ചസും ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോൾ ഫില്ലിംഗ് സ്റ്റിച്ചുകളാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫില്ലിംഗ് സ്റ്റിച്ച് സ്റ്റാർട്ടിങ് മുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുവരെയുള്ള എല്ലാ സ്റ്റിച്ചുകളും നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചുകളും കാര്യങ്ങളും എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഫില്ലിംഗ് ചെയ്തതുപോലെ തന്നെയാണ് സ്റ്റെം സ്റ്റിച്ച് ഫില്ലിംഗ് നമ്മൾ ചെയ്യുക. ഏതൊരു ഷേപ്പിലാണെങ്കിലും നമുക്കത് ഫില്ല് ചെയ്തെടുക്കാൻ എങ്ങനെയാണ് നമ്മളത് ഫില്ല് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് അതേപോലെ തന്നെ നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തു. നമ്മളൊരു സർക്കിൾ വരച്ച് നമ്മൾ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ ചെയ്തു. അതിനുശേഷം നമ്മളൊരു മോട്ടീഫിലേക്ക് ചെയ്തു. ഇതും അതേപോലെ തന്നെയാണ്. സ്റ്റെം സ്റ്റിച്ച് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഷേപ്പ് നമ്മൾ വരച്ച് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു മോട്ടീഫിലേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു മോട്ടീഫാണെങ്കിലും ഏതൊരു ഷേപ്പാണെങ്കിലും തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള സ്റ്റിച്ചുകൾ, ഇപ്പോൾ ഫ്ലവർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബുള്ളിയൻ റോസ് അല്ലെങ്കിൽ ബോൺ വീല് അങ്ങനെയുള്ള സ്റ്റിച്ചുകൾ ചെയ്ത് മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ചൊക്കെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഫില്ല് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. സ്റ്റെം സ്റ്റിച്ച് എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുള്ള സ്റ്റിച്ചാണ്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ സ്റ്റെം സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്റ്റിച്ചുകൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെം സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാണാം കേട്ടോ. ഈ ഒരു കോർണറിൽ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് നിർത്തിയതാട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സെയിം ഹോളിലല്ലാതെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഭാഗത്തും അതേപോലെ തന്നെ ഞാൻ അവിടെയും നമ്മൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും തൊട്ടടുത്ത് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യാം.
അങ്ങനെ നമ്മളൊരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തൊട്ട് താഴത്തെ ലെയർ തുടങ്ങുന്ന രീതിയിൽ നമ്മൾ വീണ്ടും സൂചി താഴെ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. ഇങ്ങനെ നമ്മളിതൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ ലെയറും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കുക. സ്റ്റിച്ച് ബോർഡിൽ ഞാൻ നമ്മുടെ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്ക് സൈഡ് കിട്ടുന്നത് കേട്ടോ. നല്ല രീതിയിൽ നല്ല ഗ്യാപ്പൊന്നുമില്ലാതെ നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഷേപ്പും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മോട്ടിഫ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ ഒരു പിക്ചറാണ് മോട്ടിഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ലെയർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് പിക്ചറിലേക്ക് വേണമെങ്കിലും ഇതേപോലുള്ള ഫില്ലിംഗ് സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് ഷേപ്പിലേക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലുള്ള ഫില്ലിംഗ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻസൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചാനലിടുന്ന ഓരോ ക്ലാസ്സിലും കാണിക്കുന്ന സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതേപോലുള്ള മോട്ടിഫുകളൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന മോട്ടിഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 1-2 തവണ ചെയ്താൽ മാത്രം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ടൊക്കെ സ്റ്റിച്ചസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ നന്നായിട്ട് ചെയ്തതിന് ശേഷം മാത്രം മോട്ടിഫിലേക്ക് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന മോട്ടിഫുകൾ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നന്നായി അയൺ ചെയ്തതിന് ശേഷം 4 സൈഡിലൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ റെക്കോർഡിലേക്ക് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ കണ്ടതുപോലെ തന്നെ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത്രയും ഭാഗം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ആയാൽ നമ്മുടെ മോട്ടിഫ് കൂടെ ഫിനിഷ് ആവും. അതിൻ്റെ മോട്ടിഫ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സമയം എടുത്തിട്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതേപോലെ നല്ല മോട്ടിഫുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സമയം എടുത്ത് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫില്ലിങ് സ്റ്റിച്ചുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മോട്ടിഫിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ മോട്ടിഫ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ട് അയൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ 4 സൈഡിലും ബോർഡർ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിലേക്ക് മോട്ടിഫ് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുകൂടിയുള്ളൂ നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചിൻ്റെ ക്ലാസ് വരുന്നത്, ഇതുകൂടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമുക്ക് ബീഡ്സ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ അങ്ങനെയുള്ള സ്റ്റിച്ചുകളായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം സ്റ്റം ഫില്ലിങ്ങിൽ ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പിക്ചറായിരുന്നു. നിങ്ങൾ ഇതേപോലുള്ള പിക്ചേഴ്സൊക്കെ മോട്ടിഫിലേക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന മോട്ടിഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സ്റ്റം ഫില്ലിംഗ് ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്റ്റിച്ചുകളും ഇതിന് മുൻപ് എടുത്തിട്ടുള്ള സ്റ്റിച്ചുകളും എല്ലാവരും ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഹാൻഡ് എംബ്രോയ്ഡറി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു സ്റ്റിച്ചും മോട്ടിഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ബീഡ്സിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളാണ്, ബീഡ്സൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.